ആദ്യം ഞാൻ പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം തേടുകയാണ്. ഷാഫി ചാലിയം, ഇന്നിപ്പോൾ ഗോവിന്ദച്ചാമി ചാടി എന്ന് അറിഞ്ഞപ്പോൾ മുതൽ വലിയ ആശങ്കയായിരുന്നു. നാലുപാട് നിന്നും വാർത്തകൾ, മാധ്യമങ്ങൾ അതിന് പിന്നാലെയായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് 3 മണിക്കൂർ എടുത്താണെങ്കിലും അതിൻ്റെ പിന്നാലെ മാധ്യമങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. നാട്ടുകാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടാനായത്. എന്തു തരത്തിലുള്ള വീഴ്ചകളൊക്കെയാണ് ഇതിൽ സംഭവിച്ചതെന്നാണ് പ്രതിപക്ഷം കരുതുന്നത്? എല്ലാ വീഴ്ചകളുടെ ഒരു പ്രവാഹം തന്നെയാണ് സമീപകാലത്ത് നമ്മുടെ നാട്ടിലുള്ളത്, അല്ലേ? സുരക്ഷാ വീഴ്ച എവിടൊക്കെയാണ്? റോഡിൽ വീഴ്ച, ആശുപത്രിയിൽ വീഴ്ച, സ്കൂളുകളിൽ വീഴ്ച. അതീവ സുരക്ഷയോടുകൂടി സുരക്ഷാ ഭീഷണി നാട്ടുകാർക്കുള്ള വ്യക്തികളാണ് ഈ ക്രിമിനലുകൾ. അവർക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. ആ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഈ ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത്. എന്നിട്ട് ഇന്നിപ്പോൾ കേരള പോലീസിന് ഞാൻ സ്മൃതിക്ക് ഇട്ട് തന്നിട്ടുണ്ട്. കേരള പോലീസിൻ്റെ മീഡിയ വിങ് ഇന്ന് വലിയൊരു ആഡ് പുറത്തിറക്കിയിരുന്നു. ഗോവിന്ദച്ചാമി ജയിൽ ചാടി, മണിക്കൂറുകൾക്കകം പൊക്കി കേരള പോലീസ്. എങ്ങനെയുണ്ട്? ആരാ പൊക്കിയത്? പോലീസിന് എങ്ങനെ പൊക്കാൻ കഴിഞ്ഞത്? ഇയാൾ കിണറിൽ ഒളിച്ചു നിൽക്കുന്നത് കണ്ടതാരാ? കണ്ടുപിടിച്ചത് പോലീസാണോ? അല്ല, ഒരു റിട്ടയർഡ് സൈനികനാണ്. പോലീസിനെ വിളിച്ച് ഇത് പറഞ്ഞത് ഒരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പം നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതുകൊണ്ട് ആ റിട്ടയർഡ് സൈനികൻ ആ കിണറിൽ പോയി നോക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഗോവിന്ദച്ചാമിന് കിട്ടുമോ? എന്തായിരിക്കും സ്മൃതി ഇന്നത്തെ നമ്മുടെ ചർച്ച? ഗോവിന്ദച്ചാമി എവിടെ, അല്ലേ? അതായിരിക്കും നമ്മുടെ ഹെഡ്ലൈൻ. ഗോവിന്ദച്ചാമിയെ പോലുള്ള ഒരു കൊടും ക്രിമിനൽ, ആ കൊടും ക്രിമിനൽ വേണമെങ്കിൽ ആ വെള്ളം കുടിച്ചാൽ കിണറ്റിൽ ഒരാഴ്ച താമസിക്കും, ഒരു സംശയവും വേണ്ട. കാരണം അയാളെ പേരിൽ അത്രയും കേസുണ്ട്. ജയിലിൽ തന്നെ അയാൾ ഒരുപാട് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് ഭക്ഷണവുമായി ബന്ധപ്പെട്ട്. ഇന്ന് തന്നെ സ്മൃതി വാർത്തയിൽ വായിക്കുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. ഇത്തരത്തിലൊരാൾ എങ്ങനെ ചാടാൻ സാധിച്ചു? അപ്പം സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ശ്രീ ഗോവിന്ദൻ മാഷെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ജയരാജനെ പോലെ ന്യായീകരിക്കുകയാണ് അല്ല ഗോവിന്ദൻ മാഷ് വന്നത്. വീഴ്ചയില്ലാതെ എങ്ങനെ ഗോവിന്ദച്ചാമിക്ക് ചാടാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. എന്നാൽ പി ജയരാജൻ എന്താ പറഞ്ഞത്? ഇത് വീഴ്ചയായി കാണാൻ പറ്റില്ല. അപ്പൊ വീഴ്ചയായി കാണാൻ പറ്റില്ല. ജയിൽ വകുപ്പാണ്, രണ്ട് വകുപ്പാണ്, രണ്ടും മുഖ്യമന്ത്രിയുടെ വകുപ്പുകളാണ്. ഉദ്യോഗസ്ഥ വീഴ്ചയായിട്ടാണ് ഇതിൽ നേതാക്കളുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഉദ്യോഗസ്ഥ വീഴ്ച അല്ല, ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയില്ല എന്ന് ജയരാജൻ പറഞ്ഞു. ഗോവിന്ദൻ മാഷ് എന്താ പറഞ്ഞത്? വീഴ്ച ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥ വീഴ്ചയോ വകുപ്പ് തല വീഴ്ചയോ എന്നത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം വീഴ്ച ഉണ്ടായതുകൊണ്ടാണല്ലോ ഗോവിന്ദച്ചാമി ചാടിയതെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്. എത്ര ലാഘവത്തിലാണത്? വീഴ്ചപ്പം പുൽവാലയിലും പഹൽഗാമിലും ഒക്കെ വീഴ്ചകളുണ്ട്. അവിടെയൊക്കെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ ഇവിടെ വീഴ്ച വരുമ്പോൾ എന്താ പറയുന്നത്? ആ വീഴ്ച പരിഹരിക്കാൻ എന്താണ്, എങ്ങനെ ഈ ഗോവിന്ദച്ചാമിക്ക് ചാടാൻ സാധിക്കുന്നു? നമുക്കത് മനസ്സിലാവില്ല അതിൻ്റെ ലോജിക്ക്. ശരി, ഇപ്പം ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരു ഒറ്റ സെക്കൻഡ്. ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ദീർഘകാലം ജയിലിൽ കഴിഞ്ഞ ഞങ്ങളെ പാർട്ടിയുടെ ഒരു നേതാവുണ്ട്, PK ഫിറോസിനെ വിളിച്ചു, ഫാത്തിമ തഹ്ലീനും വിളിച്ച് ജയിലനുഭവങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചറിഞ്ഞു. മുൻ റിട്ടയർഡ് ജയിലർമാർ അതേപോലുള്ള അത്തരത്തിലുള്ള വാർഡന്മാരായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. ഒരു ദിവസം 1 മണിക്കൂറിൽ ഒരു നേരം ഒരു പോലീസുകാരൻ, പ്രത്യേകിച്ച് 3 പോലീസുകാർ ആ L ഷേപ്പിലുള്ള ആ ജയിലിൻ്റെ മുന്നിലൂടെ എല്ലാ അറകളിലേക്ക് നോക്കി അവിടുത്തെ ആളുണ്ടോയെന്ന് ഉറപ്പുവരുത്തും. 3 പേര്. അത് ഫുൾ ടൈം 24 hours. രാത്രി 1:30 മണിക്കാണ് ഇയാൾ ജയിലിൽ നിന്ന് പുറത്തുപോയി എന്ന് പറഞ്ഞു. അതിനുശേഷം 7:15 പോലീസിലേക്ക് പരാതി കൊടുക്കും വരെയുള്ള ദീർഘമണിക്കൂറുകൾ എന്തുകൊണ്ട് ഒരു പോലീസുകാരനും അതിലൂടെ പോയില്ല? പിന്നെ ഈ ഗോവിന്ദസ്വാമിക്ക് ഇതൊക്കെ മുറിക്കാനുള്ള ആയുധമൊക്കെ ഇവിടെ നിന്നാണ് കിട്ടുന്നത്? എങ്ങനെ കിട്ടി? ഉള്ളിൽ അടക്കപ്പെടുന്ന ഒരു പ്രതിയാണ്. പുറത്ത് തുറന്ന ജയിലിലോ അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കുന്ന ആളോ ഒന്നല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എത്ര വസ്ത്രങ്ങൾ കിട്ടിയെന്നോട്ടെ, ഈ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി ഈ 7.5 മീറ്റർ ഹൈറ്റുള്ള മതിലിൻ്റെ മേലെയുള്ള ഇലക്ട്രിക് ഫെൻസിങ്ങിലേക്ക് എറിഞ്ഞു പിടിപ്പിക്കുന്നു. അങ്ങനെ പിടിപ്പിച്ചാൽ അതൊരു കയറ് പോലെയാവും. നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട്. ആ കയറ് 2 കൈ കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ കയറി പോകണം. ഇത് ഒരു കൈയില്ല, പിന്നെ എങ്ങനെ അയാൾ കയറി?
Debate with Smriti Parathikkad.